ഈ ശമ്പളത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ശമ്പളങ്ങൾ താരങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഷൈനാണ് ഈ ഷൈൻ ഒരു സിനിമ കഴിയുമ്പോൾ വർദ്ധിപ്പിക്കുന്നത് ഒരു പരാതി എന്ന് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത സിനിമയിലേക്ക് ഒരു സിനിമ വിജയിക്കുന്ന ഒരാളുടെ കഴിവുകൊണ്ടാണോ? അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. എത്രയോ പേര് നിന്ന് വർക്ക് ചെയ്യുന്നു, അവരുടെ ഒന്നും ശമ്പളം കൂടുന്നില്ലല്ലോ. ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു ഡെയിലി വേജസിന് 2000 രൂപ കൂടിയില്ല. 2000 മുകളിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല? ഈ രൂപ പോലും കൊടുക്കാതെ കടന്നു കളയുന്ന ആളുകളുണ്ട് ഇല്ലേ? എന്തുകൊണ്ട് ഇതൊന്നും ചർച്ച ചെയ്യുന്നില്ല? അല്ല, അത് തുറന്നു പറയാനുള്ള ആളുകൾ വരുന്നില്ലല്ലോ. തുറന്നു പറയുന്നുണ്ട്, സംഘടനകളിൽ പറയുന്നുണ്ട്, കംപ്ലൈന്റ് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് പുറത്തേക്ക് പറയാത്തത്? ഒരാളുടെ പേരും ചൂണ്ടി നമ്മൾ അവരെയും ചെറുപ്രായക്കാരായതുകൊണ്ട്, അവര് നമ്മളെക്കാട്ടും മുതിർന്നവരും പക്വതയുള്ളവരായതുകൊണ്ടാണല്ലോ വിളിച്ചു പറയുന്നത്. മനസ്സിലായ? നേരെ തിരിച്ചാണ്. നമ്മൾ പരസ്യമാക്കാൻ തയ്യാറില്ല. കാരണം നമ്മൾക്ക് നമ്മുടെ വീട് തന്നെയാണത്. നമുക്ക് നമ്മുടെ വീട്ടിലുകാരെ പറ്റി അങ്ങനെ വിളിച്ചു പറയാൻ താല്പര്യമില്ല. നമ്മുടെ കുടുംബത്തിൽ തന്നെ അത് പറയും, കംപ്ലൈന്റ് ആയിട്ട് പറയും. പിന്നെ നമ്മുടെ വായിലിട്ട് കോലുകൊണ്ട് കുത്തിയിട്ട് എന്താ കടിച്ചെന്ന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഷൈന് പൈസ തരാൻ ഒത്തിരി പേരുണ്ടല്ലോ. പൈസ തരാനുള്ള കാര്യമല്ല, കഥാപാത്രങ്ങൾ തരുന്നുണ്ടല്ലോ. എനിക്കൊരു കേസിൽ അകപ്പെട്ട് എനിക്ക് തരാതിരിക്കാലോ, പക്ഷെ കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എനിക്ക്. അതിൽ തൃപ്തനല്ല. അതുവഴി ഞാനിപ്പോൾ ഭീഷ്മപർവം എന്നാണ് പടം ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കുറിപ്പ് ചെയ്യുന്ന സമയത്തും എനിക്ക് ഇത്ര പ്രതിഫലം വേണം, ഞാൻ വരില്ല എന്ന് പറഞ്ഞിരുന്നാൽ എന്താണ് പോകുന്നത്? അവിടെ വേണമെങ്കിൽ എനിക്ക് 50 ലക്ഷം കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ 5 ലക്ഷമായിരിക്കും കിട്ടുന്നത്. പക്ഷെ ആ ക്യാരക്ടേഴ്സ് എത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നു തന്നെ അല്ലേ? അത് എത്രത്തോളം എത്തിക്കുന്നു, അത് വഴി എത്ര ക്യാരക്ടേഴ്സ് കിട്ടുന്നു. പക്ഷെ ആ ക്യാരക്ടറിന് വേണ്ടി ഇത്ര കാശ് കിട്ടിയാലും അത് ഇല്ലാതെയാവില്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകും. ബാങ്കിൽ ഇടുന്ന വഴിപ്പുകൊണ്ട് പോകും അല്ലേ? അതെ. ഈ 1000 കോടി വാങ്ങുന്നവനും പറയും കുറച്ച് ഷോർട്ടേജ് ഉണ്ട് ഇല്ലേ? കാശ് കൊണ്ട് ഒരിക്കലും സംതൃപ്തിപ്പെടാൻ പറ്റില്ല. ഈ ചിന്താഗതി എല്ലാവർക്കും ഉണ്ടെങ്കിൽ എന്തായിരുന്നു? എല്ലാവർക്കും ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയണതിലൊരു കാര്യമില്ലല്ലോ. അല്ല, ഈ ചിന്താഗതി എല്ലാവർക്കും ഉണ്ടെങ്കിലേ എല്ലാവർക്കും ഉള്ള ചിന്താഗതി എന്താണ്? മറ്റുള്ളവരെന്താ കഴിക്കണം? എത്രയോ സിനിമകളാണ് ഇപ്പം ഷൈൻ പറഞ്ഞു, എത്രയോ പ്രൊഡ്യൂസർമാരാണ് ഓരോ സിനിമ എടുത്ത് പരാജയപ്പെട്ടു പോകുന്നത്. അതവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്, അവർക്ക് അറിയാത്തതുകൊണ്ട്. കച്ചവടം അറിയണം. 5 രൂപയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് 6 രൂപയ്ക്ക് വിൽക്കാം, 6 രൂപ തിരിച്ചു കിട്ടും ഇവിടെ നിന്ന് മനസ്സിലാക്കാതെ 5 രൂപയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് 10 രൂപയ്ക്ക് വിൽക്കാം എന്ന് വിചാരിച്ചിട്ട് 6 രൂപ പോലും കിട്ടാത്ത മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് കാത്തിരുന്നു കഴിഞ്ഞാൽ പരാജയത്തിലേക്ക് തന്നെ പോകും. അതാണ് ഉദാഹരണം. കൃത്യമാണ്. അത് കച്ചവടം അറിയണം. എന്താണെങ്കിലും സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങുന്നതിന് മുമ്പ് ബിസിനസ് ഉണ്ടാക്കുന്നുള്ളതല്ല. ബിസിനസ് നടത്തിയാൽ ഏറ്റവും മിടുക്കായിരിക്കും. എങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞാലും അവന് ആ കാശ് ഉണ്ടാക്കും. കാശും മുടക്കുന്ന ഒരാള് അത് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്താതെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്താതെ അപ്പോൾ ഒരു സാധനം എത്ര രൂപയ്ക്ക് ഉണ്ടാക്കണം, അതിന്റെ കോസ്റ്റ് എത്ര വരും, ഈ കോസ്റ്റിന് നമുക്ക് എത്ര കൂടുതൽ കാശിട്ട് വിൽക്കാം, അങ്ങനെ വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. റിസൾട്ടിന് അത് കിട്ടും വേണമല്ലോ. വേണം, തീർച്ചയായിട്ടും വേണം അല്ലേ? അപ്പൊ അത് അങ്ങനെ കിട്ടുന്ന സ്ഥലമാണോ, അപ്പൊ അതിനനുസരിച്ച് സാധനം ഉണ്ടാക്കണം അല്ലേ? അതല്ലേ കച്ചവടം. ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ സംഘടനയുടെ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് ഞാൻ പറയാം. താരങ്ങൾ ശമ്പളം കൂട്ടി ചോദിക്കുന്നു, അതിനൊക്കെ ഇവർ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. താരങ്ങൾ ഭയങ്കര ശമ്പളം കൂട്ടി ചോദിക്കുന്നു. ഷൈൻ പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആത്മാർത്ഥമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, എല്ലാം ആത്മാർത്ഥമായിട്ട്, പക്ഷെ എൻ്റെ മനസ്സിൽ തട്ടിയത് എത്രയോ യൂണിറ്റിൻ്റെ കുട്ടികളുണ്ട്, പ്രൊഡക്ഷൻ ആളുകളുണ്ട്, എത്രയോ പിന്നിൽ പറയുന്നത്. ഇവർ പുലർച്ചെ വരെ ജോലി ചെയ്യുന്നുണ്ട്. അതല്ല, ഒരു ആക്ടർ ഉണ്ടായി വരുന്നതിൽ അതിൽ കൂടുതൽ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം ഉണ്ട്. അതെ, അവനെ അത് ഒരു കാശും കിട്ടാതെ അവനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട്. മനസ്സിലായ? ഈ പറഞ്ഞ മമ്മൂക്കയുടെയും അതിൻ്റെ വീട്ടിൽ വണ്ടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അവരെ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി നടന്നിരുന്ന ഇൻഡസ്ട്രിയാ പേടിപ്പിച്ച്, നമുക്ക് പറയല്ലോ, നമുക്കങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട് പലപ്പോഴും നമുക്കനെ. അത് എപ്പോ നമ്മളറിയുന്ന നമുക്ക് ആയിട്ട് പോവില്ലേ? മനസ്സിലായ? അവിടെ അത്രയും അധികാരികമായി സംസാരിക്കാനും
അവനവന് വിലയിടാനും അത് ചോദിച്ചു വാങ്ങാനും തോന്നിപ്പിക്കുന്നത് എന്തുകൊണ്ട് അത് വാങ്ങാത്തവന് വിലയില്ല എന്ന് പറയും അല്ലേ? ഇത് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിലയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രൊഡക്ഷൻ ആണെങ്കിൽ അപ്പൊ പക്ഷെ അതൊന്നും മറ്റതിനെ ബാധിക്കുന്നില്ലല്ലോ. അവിടെ ഒരു 500 ആ പടം വിജയിക്കുന്ന പടത്തിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് 10 രൂപയെങ്കിലും വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ ചോദിച്ചു വന്നത് അല്ലേ? അതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട് തൊഴിലാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഭരിക്കുന്നത്, നമ്മുടെ നാട് ഭരിക്കുന്നത് ആരാണ്? ഇപ്പൊ ഭരിക്കുന്നത് തൊഴിലാളികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയില്ലേ ഉണ്ടല്ലോ. അവരുടെ സാന്നിധ്യത്തിൽ കൂടി അത് സംഭവിക്കുന്നില്ല. അങ്ങനെ വേണമെന്നാണോ പറയുന്നത്? അങ്ങനെ വേണം, സംഘടന അങ്ങനെ വേണം. തൊഴിലാളികളെ എന്താണ് പറയുക നമ്മള്? ഈ തൊഴിലാളികളെ നമ്മൾ ഈ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം അല്ലെങ്കിൽ ഇനി ഭരിക്കാൻ പോകുന്ന ഭരണ പാർട്ടികൾ അല്ല, നമ്മുടെ ഭരിക്കുന്നവര് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയായിട്ട് കൂടി നമ്മുടെ നാട്ടിൽ അത് സംഭവിക്കുന്നില്ല. കൂടുതൽ സിനിമയിലേക്ക് ഇറങ്ങി തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ നിയന്ത്രിക്കാനും ഗവൺമെന്റിന് പറ്റണം അല്ലേ? പടങ്ങൾ, കാരണം അത് അവരുടെ നാട്ടിൽ നിന്നും അവരുടെ റോ മെറ്റീരിയൽസ് വെച്ചും ജനങ്ങളുടെ ഇത് വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണ് അല്ലേ? അതെ 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 അല്ലേ? അപ്പൊ അതിന്റെ മേളിൽ ഗവൺമെന്റിന് ഒരു നിയന്ത്രണം വരണം. ഗവൺമെന്റ് അത്തരമൊരു നിയന്ത്രണത്തിലേക്ക് പോകുന്നുണ്ട്. ആ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റി രൂപീകരിച്ചു അറിഞ്ഞിരുന്നു. കമ്മിറ്റി എല്ലാ വർഷവും ഈ തവണ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിലും വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. വിമർശനങ്ങൾ എന്തായാലും ഉണ്ടാവും, ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇപ്പം മഞ്ജുവാര്യരും ഉൾപ്പെടെ ഉള്ളവർ ആ കമ്മിറ്റിയിൽ മഞ്ജുവാര്യരുടെ കമ്മിറ്റിയിൽ വേണ്ട എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. രാജീവേട്ടനും പറഞ്ഞു. അല്ല, ചിലവർക്ക് അത് താല്പര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. പക്ഷെ അതിൽ വന്നിരിക്കുന്ന ആളുകൾ വെച്ച് നോക്കുമ്പോൾ കമ്മിറ്റി രൂപീകരിച്ച നിലയിലേക്ക് ഇപ്പോൾ വലിയ വിമർശനങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട് കൂടി ആലോചിച്ചിട്ടില്ല. ഫെഫ്കയുമായിട്ട് കൂടി ആലോചിച്ചു അതൊന്നും ആലോചിക്കേണ്ട കാര്യമുണ്ട്. അല്ല, ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. ഫെഫ്കയുമായിട്ട് കൂടി ആലോചിച്ചു എന്നാണ് ചോദിക്കുന്നത്. അതിൽ ബി ഉണ്ണികൃഷ്ണൻ കമ്മിറ്റിയിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഫിലിം ചേംബറുമായിട്ട് കൂടിയാലോചന നടന്നിട്ടില്ല. നിർമ്മാതാക്കളുടെ സംഘടനയായിട്ട് കൂടിയാലോചന വന്നിട്ടില്ല. ഒരു കമ്മിറ്റി സർക്കാർ രൂപീകരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള കുറേ സംഘടനകളുണ്ട് അല്ലേ? നമ്മളെല്ലാവരും സംഘടനയിൽ വിശ്വസിക്കുന്നു. നേരത്തെയും പറഞ്ഞല്ലോ, സംഘടനകൾ എന്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴാണ് അത് പ്രസക്തമാവുന്നത്. സർക്കാർ രൂപീകരിക്കുമ്പോൾ ഈ സംഘടനയുമായിട്ടൊന്ന് കൂടി ആലോചിച്ച് ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നതല്ലേ ഉചിതം? അതോ രാഷ്ട്രീയ ബേസിൽ ഈ സംഘടനകളിലെ ആൾക്കാർ വിളിച്ചു പറയുന്നത് ഇവർ കാണുന്നല്ലേ? അതുകൊണ്ടാണോ ഇവരെ വേണ്ട? അറിയില്ല. അപ്പൊ ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നുമല്ലോ. നമ്മൾ പറയുന്ന പോലെ അല്ല, പൊളിറ്റിക്കൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ആൾ കുറച്ചും കൂടി സീരിയസ് ആണ്. അവർക്ക് ഈ കൊമ്മലുകളില്ല. അപ്പൊ ഇവരുടെ ഈ സംസാര രീതിയും ഒരാളുടെ സംസാര രീതിയും അല്ലെങ്കിൽ അവര് സംസാരിക്കുന്നതും കാണുമ്പോൾ അറിയാലോ ഇവരുടെ അടുത്ത് എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കേണ്ടെന്ന്. സംസാരിച്ചിട്ടൊരു കാര്യമില്ല. അപ്പൊ സർക്കാർ നേരിട്ട് തന്നെ നോമിനേറ്റ് ചെയ്തു കുറച്ച് പേരെ. നേരിട്ട് നോമിനേറ്റ് ചെയ്തില്ലെങ്കിലും അതിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് എല്ലാ ഗവൺമെന്റിലും അല്ലേ? സിനിമാ വ്യവസായ മന്ത്രി അല്ലെങ്കിൽ അതുമായി കുറച്ച് ബന്ധമുള്ള ആളുകളാണ്. ഗണേഷ് കുമാർ ഉണ്ട്, സോറി മുകേഷ് ഉണ്ട്, MLA. മുകേഷ് അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. യുവതലമുറ അല്ലാതെ ഇപ്പൊ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങളല്ലല്ലോ. തലമുറയാണ്. നിഖില വിമലുണ്ട് അതിനകത്ത്. ഇപ്പോൾ രൂപീകരിച്ച അസോസിയേഷൻ വന്നിട്ടുണ്ട്. അപ്പം അത് എല്ലാവരെയും അവർ കോർത്തിണക്കിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കോർത്തിണക്കിയത് കൊണ്ട് കാര്യമില്ലല്ലോ, അത് പ്രാവർത്തികമാക്കണമല്ലോ. ഇതെന്തിനാണ് ഇത്ര അംഗങ്ങൾ കൊണ്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമോ? കാരണം ഇന്ന് ഇവര് സിനിമാ തിയേറ്ററിലുള്ള ടിക്കറ്റുകൾ ഗവൺമെന്റ് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ചോദ്യമാണത് അല്ലേ? എന്തുകൊണ്ട് ഇവിടത്തെ കഴിവ് വെച്ചുണ്ടാക്കുന്ന ഈ സിനിമകൾ പുറത്തേക്ക് വിൽക്കപ്പെടുത്തു, നമ്മുടെ നാട്ടിൽ പ്രദർശിപ്പിക്കാതെ? ഈ പ്രദർശനം വഴി നമ്മുടെ നാടിന് എക്കണോമിക്കല്ലേ കാശ് വരേണ്ടത്? അതെ അതെ. അത് വരുന്നുണ്ടോ? അപ്പോ ഇല്ല. ഇതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? ഒരു പടം വിജയിക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിക്ക് പഞ്ചായത്തിന് ഒക്കെ ടാക്സ് കിട്ടുന്നില്ലേ? ഉറപ്പായിട്ടും. അത് അവര് കൊണ്ടുപോകലല്ലോ, ഇതൊക്കെ നമുക്ക് തന്നെയല്ലേ കിട്ടുന്നത് എക്കണോമിയിൽ വരുമ്പോ. അതെ. ആ ഒരു പടം ഹിറ്റാകുമ്പോൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു, അതുവഴി ഓട്ടോയും കാറും ബസ്സും
ഹോട്ടലും ഒക്കെ സജീവമാവുമല്ലേ. അതെ, ഒരു പൂരം വരും, പള്ളിപ്പെരുന്നാൾ വരുമ്പോഴൊക്കെ നമ്മുടെ എക്കണോമി തന്നെയല്ലേ റിച്ച് ആവുന്നത്. അതെ അതെ. അപ്പൊ ഇതിനെയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഇവിടെ വെച്ച് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിദേശികൾക്ക് കൊടുക്കുന്നു. എന്ത് ചർച്ച ചെയ്യപ്പെടുന്നില്ല? അതാണോ ചർച്ച ചെയ്യേണ്ടത്? പിള്ളേര് യുവാക്കൾ വലിക്കുന്നതാണോ ചർച്ച ചെയ്യേണ്ടത്? അപ്പൊ ഈ പറഞ്ഞത് OTT ഉൾപ്പെടെയുള്ള വിൽപ്പനയെ കുറിച്ചാണ് ഷൈൻ പറഞ്ഞു വരുന്നത്. വിൽപ്പന ചെയ്യരുതെന്നല്ല, അതിനൊരു വളരെ ദൂരമിട്ടിട്ടുള്ളൊരു കാലപരിധി വെക്കണം. അതാണ് ഇപ്പൊ തിയേറ്റർ ഉടമകൾ പറഞ്ഞത് 90 ദിവസം വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നിർമ്മാതാക്കളുടെ സംഘടന ഉൾപ്പെടെ അത് അംഗീകരിക്കുന്നില്ല. പണം മുടക്കിയ നിർമ്മാതാവിന് ഒരു വിഷയമില്ല. ഈ സിനിമ തിയേറ്ററിൽ പണം മുടക്കി സിനിമ ചെയ്യണം എന്ന് ഇവർ തീരുമാനിക്കുമ്പോൾ OTT ഉണ്ടായിരുന്നു? ഇല്ല. അപ്പൊ ഈ വ്യവസായത്തിന് അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ വ്യവസായം സിനിമാശാലകളിലെ ആളുകളെ കയറ്റി വിജയിപ്പിക്കുന്നതിനല്ലേ പണം ഉണ്ടാക്കിയിരുന്നത്. അതല്ലേ നമ്മുടെ കച്ചവടം. അല്ല, ഇപ്പൊ ഒരു സിനിമയ്ക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ടോ? പണ്ട് എപ്പോഴും ഉണ്ടായിരുന്നത്. നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ മനുഷ്യർക്ക് ഗ്യാരണ്ടി ഇല്ല. ഈ ഭൂമിക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഈ ഗ്യാരണ്ടി ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ പറയാം. ഇല്ല. പണ്ട് എന്ന് പറയുമ്പോൾ പണ്ട് കാലത്ത് തിയേറ്ററിൽ ഒരു സിനിമ ഇറങ്ങുന്നത് ഒരു 10 തിയേറ്റർ അല്ലെങ്കിൽ 15 തിയേറ്റർ ഇങ്ങനെയാണ് റിലീസ്. ഇപ്പോഴത്തെ എറണാകുളത്ത് ഒരു പടം ഇറങ്ങുമ്പോൾ എത്ര ഷോ കളിക്കുന്നുണ്ട്? അത് 100 ദിവസം കളിക്കണ്ട. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളി ശനി ഞായർ നല്ല കളക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ വിജയമാലേക്ക് വരും. വിജയമാണ്. കാരണം അത്രയും ഷോസ് എറണാകുളം സിറ്റിയിൽ തന്നെ കളിക്കുന്നുണ്ട്. ഈ നിർമ്മാതാവ് പണം മുടക്കിയിട്ട് ഒരു ബിസിനസ് നടത്താൻ, അതാണ് പറയുന്നത്. നിർമ്മാതാവ് കണ്ണടച്ച് പണം ഇറക്കിയിട്ട് കാര്യമുണ്ടാ? മീനിന് 50 കോടിക്ക് വിൽക്കാൻ നിന്നിട്ട് കാര്യമുണ്ടാ? നടക്കില്ല, ഉറപ്പായിട്ടും നടക്കില്ല. അപ്പൊ ഈ തിയേറ്റർ OTT ഇപ്പോൾ 90 ദിവസം വേണമെന്നാണ് സർക്കാർ. 90 ദിവസമല്ല, അതൊരു 6 മാസം കഴിഞ്ഞിട്ടേ വരും. പണ്ട് നമ്മുടെ ദൂരദർശൻ ചാനലിലെ സർക്കാരിൻ്റെ അല്ലേ, അതിൽ എപ്പോഴാണ് പടം വന്നിരുന്നത്? പടം റിലീസ് 30 ദിവസമാണോ? വരില്ല. ഇല്ല. അപ്പോഴല്ലേ ആളുകൾ തിയേറ്ററിലേക്ക് കയറുള്ളൂ. 3 ആഴ്ച കൂടി കഴിഞ്ഞാൽ OTT വരും. അപ്പം എന്താ വിചാരിക്കുക? തിയേറ്ററിൽ പോകേണ്ട കാര്യമില്ല. പടം വിജയിക്കുമ്പോഴും 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ ആളുകൾ കാണുന്നത്. അതെ. അപ്പം അത്രയും ആളുകൾ മാറി. അപ്പം ഇത്രയും വലിയ കൂടാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളിരിക്കണ കൊമ്പ് വെട്ടുക. അതാണ് ഇപ്പൊ നടക്കുന്നത്. എന്നിട്ട് അപ്പുറത്ത് അയ്യേ അവൻ വലിക്കുന്നു ഇവൻ കുടിക്കുന്നു കൊണ്ട് കാര്യണ്ട. എതിർക്കുമ്പോ എല്ലാം എതിർത്ത് പോവുകയും ചെയ്യണമല്ലോ. ഏതെടുത്തത്? എല്ലാ കാര്യങ്ങളും പറയുമ്പോ എതിർത്തും പോകണമല്ലോ. എതിർത്ത് അല്ല, ഷൈൻ പറയുന്ന കാര്യം അത് ഒരു തെറ്റ് കണ്ടാൽ അതൊക്കെ ഹാബിറ്റൽ ഇഷ്യൂസ് അല്ലേ? അങ്ങനെ മാറ്റിയേക്കണം എന്നല്ല, അത് അവര് മാറ്റേണ്ടതാ, അത് വിളിച്ചു പറയേണ്ടതല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഭക്ഷണം ഇറച്ചി കഴിക്കുന്നവർക്ക് പച്ചക്കറി കഴിക്കുന്നവർക്ക് ചീത്ത പറഞ്ഞൂടെ? പച്ചക്കറി കഴിക്കുന്നവർ ഇറച്ചി കഴിക്കുന്നവർക്ക് ചീത്ത പറഞ്ഞൂടെ? ഉദാഹരണം. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സെർലാക്ക് മുതൽ എല്ലാത്തിലും എന്തുണ്ട്? ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ? അപ്പോൾ ക്വാളിറ്റി ഫുഡ് ഉണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ ഡിസീസസ് ഉണ്ടാകുന്നത് ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാവും. നമ്മൾ കഴിക്കുന്ന പച്ചക്കറി, ഫ്രൂട്ട്സ്, പാല്, പഞ്ചസാര, ഉപ്പ്. അപ്പോൾ പിന്നെ മറ്റേതിന് എന്തിനു കുറ്റം പറയും? ചില കാര്യങ്ങൾ കുറ്റങ്ങളായിട്ട് കണ്ടെത്തിയാൽ കുറ്റങ്ങളായിട്ട് കണ്ടെത്തിയിട്ട് വിമർശിക്കാനും പറയാനും അല്ല വേണ്ടത്. കുറ്റമായിട്ടല്ല പറയേണ്ടത്, അവനെ നമ്മൾ മാറ്റിയെടുക്കല്ലേ വേണ്ടത്. അല്ലാതെ ഒരു ബീഡി കഞ്ചാവ് വലിച്ച ഒരു കൊച്ചിനെ ആളുകളുടെ മുന്നിൽ ആകെ കൂടി ക്രൂശിച്ച് അവൻ്റെ വീട്ടുകാരെയും നാറ്റിച്ച് ഏതാ ക്രൈം? അവൻ്റെ വീട്ടുകാരും നശിച്ച് അവനും നശിച്ച് ഏതാ ക്രൈം? അല്ല, പറയാതിരിക്കണം. നമ്മുടെ വീട്ടിലെ പരിഹരിക്കാൻ നോക്കണം. അതല്ല ഷൈൻ പറഞ്ഞത്. ഞാനിപ്പോഴും ഇതിലും വലിയ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും നിങ്ങൾ കൂടുതൽ ഉന്നയിക്കുന്നത് മറ്റേതിലേക്കാ. അല്ല, ഷൈൻ പറഞ്ഞോണ്ട് ഞാൻ ഒരിക്കലും ആ കാര്യത്തിലേക്ക് വന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം? അല്ല, കൃത്യമാണ് ചർച്ച കാര്യങ്ങൾ. മനസ്സിലായോ? എനിക്ക് 3-4 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല. കൃത്യമായിട്ട് ഞാൻ ഷൈൻ പറഞ്ഞത് അതാണ് ചർച്ച ചെയ്യേണ്ടത്. നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് സിനിമ ചെയ്യുന്ന നിർമ്മാതാക്കൾ വേണം, ഒരു സംഘടന. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്താണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം OTTയുടെ കാര്യം പറഞ്ഞത്. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു നടനാക്കുന്ന ഒരു സിനിമയാണ്. അത് 10 ദിവസം കഴിയുമ്പോൾ ഒരു OTT കൊടുത്തു കഴിഞ്ഞാൽ നടന് മാത്രമല്ല, അതൊരു നമ്മുടെ നാട്ടിലെ ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളല്ലേ. നമ്മളിപ്പോ ഇവിടെ സംസാരിക്കുന്നു, സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായത്തിനെ ചുറ്റിപ്പറ്റി എത്ര പേര്, എത്ര വ്യവസായങ്ങൾ,
ഈ പറയുന്ന ചാനലുകളും ഓൺലൈനുകളും എല്ലാതും തീർച്ചയായിട്ടും നിലനിൽക്കുന്നത് അതാണ്. സിനിമ എല്ലാ ചാനലിൻ്റെയും ഏഷ്യാനെറ്റ് തുടങ്ങുന്ന സമയത്ത് ഒരു സിനിമ 2 നേരം കാണിക്കും, ബാക്കിയുള്ള സമയം സിനിമാ ഗാനങ്ങളും. അതെ എല്ലാം സിനിമ മെറ്റീരിയൽസാണ്. അതെ അതെ അതെ. ഇതൊക്കെ മറ്റേ താറാവിനെ സ്വർണ്ണ മുട്ടയിടും, താറാവിനെ കൊന്ന് മുട്ട എടുക്കാമെന്ന് വിചാരിക്കുന്ന പരിപാടിയാണ്. മാറി ചിന്തിക്കേണ്ട സമയം. മാറി ചിന്തിക്കല്ല, ചെറുപ്പത്തിൽ പഠിപ്പിച്ചിട്ടുള്ള കഥയാണ്. അല്ല മാറി ചിന്തിക്കേണ്ട അത് എന്നിട്ട് നമ്മൾ ആ താറാവുകാരനെ കുറ്റം പറയും. അല്ല ഞാൻ പറഞ്ഞ മാറി ചിന്തിക്കേണ്ട സമയമായി. മാറി ചിന്തിക്കുന്നതല്ല, എന്താണ് ചിന്തിക്കേണ്ടത്, അറ്റ്ലീസ്റ്റ് ചിന്തിക്കെങ്കിലും വേണ്ടേ? തീർച്ചയായിട്ടും വേണം, തീർച്ചയായിട്ടും വേണം. കുറ്റങ്ങൾ പറയാൻ മാത്രം പോരാ സംഘടനകൾ. കുറ്റങ്ങൾ പറയുന്നത് കൊണ്ട് എവിടെയും നമ്മൾ എത്തുന്നില്ല. നമ്മളെപ്പോഴും പ്രശ്നക്കാരനെയാണ് പ്രാധാന്യം കൊടുക്കുന്നതും സൂക്ഷിക്കുന്നതും, പ്രശ്നത്തെയല്ല. പ്രശ്നം സ്റ്റിൽ ദർ അല്ലേ? പ്രശ്നത്തെയാണ് നമ്മൾ ഇല്ലാതെയാക്കാനും അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതും, അല്ലാതെ പ്രശ്നക്കാരനെയല്ല. ഞാൻ പാപിയെ തേടിയല്ല വന്ന്, പാപത്തെ തേടിയാണ്. ഇതൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ. മനസ്സിലായ? പാപിയെ ഞാൻ സ്നേഹിക്കും, പാപത്തെ ഞാൻ വെറുക്കും. പ്രശ്നത്തെയാണ് ഞാൻ കീറി മുറിക്കുള്ളൂ, പ്രശ്നക്കാരനല്ല. അത് ഇവനല്ലെങ്കിൽ വേറെ ആള് പ്രശ്നം ഉണ്ടാവും, അത്രേ ഉള്ളൂ അല്ലേ? ആരും ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. നമ്മൾ അയാളെ കൊന്ന പ്രശ്നം അവിടെ തന്നെ ഇല്ലേ? ഇല്ലേ? ഉണ്ടാവും. അപ്പോൾ പക്വതപരമായ സംസ്കാരമായ എഡ്യൂക്കേറ്റഡായ ആളുകൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അല്ല. ഇതൊക്കെ വളരെ ആദ്യകാലങ്ങളിൽ ആളുകൾ ചെയ്യുന്ന കടത്തരങ്ങളായ പരിപാടികളാണ്. ഇനിയിപ്പോൾ നമുക്കുണ്ടാവുന്ന ഇള്ളക്കുട്ടികൾ വന്ന് പഠിപ്പിക്കേണ്ട ഒരു വരെ അല്ലേ? പാലും കുപ്പി വെച്ചിട്ട് അതെങ്ങനെയല്ല ചെയ്യണ്ട, എങ്ങനെ ചെയ്യണം. കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടങ്ങൾ മാറുന്നുണ്ടെങ്കിലും കാലഘട്ടങ്ങൾ മാറുന്നത് നമുക്ക് കണ്ണിൽ കാണുന്ന കാര്യമല്ലല്ലോ. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഓരോ ദിവസവും ഓരോ ഡേറ്റ് പറയും തോറും നമുക്ക് നമ്മൾ ഡേറ്റ് എന്ത് ഡേറ്റ് ആണെങ്കിലും ഇത് തന്നെയല്ലേ ദിവസം, അല്ലേ? ഇങ്ങനെ തന്നെയല്ല ആ ദിവസം, അല്ലേ? 1 ആണെങ്കിലും 2 ആണെങ്കിലും 3 ആണെങ്കിലും 4 ആണെങ്കിലും ഒരു ദിവസം തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളൂ, അല്ലേ? അതെ. ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു, ഉണ്ടാവും. ഈ പറഞ്ഞു വെച്ചതിൽ നിന്ന് തന്നെ ഒന്നും കൂടെ തുടങ്ങട്ടെ. എന്തായാലും സിനിമ നിർമ്മിക്കാൻ സ്വതന്ത്രനായ നിർമ്മാതാവ് വേണം. സ്വതന്ത്ര നിർമ്മാതാക്കൾ ഒരു ഇൻഡസ്ട്രി വേണ്ട കാര്യം. ആ ഇൻഡസ്ട്രി ആണ് ഏറ്റവും മെച്ചപ്പെടുകയുള്ളൂ. പിന്നെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതും കുറ്റം പറയേണ്ടതും സമയമല്ല, എല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്, അല്ലേ? അല്ലാതെ ഓഗസ്റ്റ് 15 മാത്രം വേണ്ട കാര്യമല്ലല്ലോ. ഒരിക്കലും അല്ല. ഈ ഷൈന അഭിനയിച്ച സിനിമകൾ അതിൻ്റെ നിർമ്മാതാവ് പറയാണ്, ഷൈന ഈ സിനിമ ഞാൻ OTTക്ക് 20 ദിവസം കഴിഞ്ഞ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഷൈന എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അത് തടുക്കാൻ പോകില്ല, പക്ഷെ ഞാൻ പറയും. അങ്ങനെ ചെയ്യും. കാരണം അതിന് ബാക്കി എല്ലാവരും ചെയ്യുന്നു, പുള്ളിക്കും ചെയ്യണം, പുള്ളിക്ക് ക്യാഷ് ഉണ്ടാക്കണം. ഈ OTT കണ്ടിട്ടല്ലോ സിനിമയിലേക്ക് വന്നത്. ഞാൻ വരുമ്പോൾ OTT ഇല്ല, തിയേറ്റർ മാത്രമേ ഉള്ളൂ. തിയേറ്ററിൽ പടം വരുന്നത് കണ്ടിട്ടാണ് ഞാൻ വന്നത്. അല്ല അതുകൊണ്ട് ഷൈൻ ഇത് പറയുമ്പോൾ ഷൈൻ അഭിനയിക്കുന്ന സിനിമ OTTയിൽ കൊടുക്കുകയാണ്, 20 ദിവസം കഴിഞ്ഞ് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഷൈൻ കരാർ എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ അത് ഞാനുമായി ബന്ധപ്പെട്ടതല്ല. അല്ല, അപ്പോൾ ഷൈൻ അത് പറയാമല്ലോ, അത് കൊടുക്കരുതെന്ന് പറയാൻ എനിക്കൊരു റൈറ്റ്സും ഇല്ല. അങ്ങനെയും പറയില്ല, എനിക്കൊരു റൈറ്റ്സ് ഇല്ല. കൊടുക്കരുതെന്നല്ല, ഞാൻ ഈ പറഞ്ഞൊക്കെ തന്നെ മതിയില്ലേ? മതി. ഞാൻ അരുതെന്ന് തന്നെയല്ലേ പറയുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പറയുന്നത് അതല്ലേ, കൊടുക്കരുതെന്നല്ല, അതിന് ഒരു പരിധി വെക്കണം. അല്ലാതെ ചില പടങ്ങൾ 30 ദിവസം തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ OTTയിൽ വരും. ക്രമേണ തിയേറ്ററുകളില്ലാതെയാവും. ഇതൊക്കെ കെട്ടിപ്പൊക്കി അതൊക്കെ എന്താവും? ജീവനില്ലാത്ത ശവകുടീരങ്ങളാവും. അത് കൃത്യമായിട്ടും അസോസിയേഷൻ ആലോചിക്കേണ്ട കാര്യമാണ്. തിയേറ്റർ ഉടമകൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ 30 ദിവസം മാറ്റണം, അത് 42 ദിവസത്തേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. അത് തത്വത്തിൽ അംഗീകരിക്കുന്നു. ഇപ്പോൾ 42 ദിവസത്തിന് ശേഷം 6 മാസം
വേറെ ബോളിവുഡിലൊക്കെ ആരും തിയേറ്ററിലേക്ക് വരുന്നില്ല. കാരണം ഇന്ന് ഫോണുണ്ട് അല്ലേ. നമ്മളെ അവരുടെ വീട്ടിലിരുന്ന് ഭരിക്കാനായിട്ട് അവർ ഇപ്പം പറഞ്ഞു വിട്ടുള്ള സാധനങ്ങളാണ്. കടിച്ച ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് 14-15 പ്രാവശ്യമായി ആൾക്കാരെ പറ്റി. അവരവരെ വീട്ടിലിരുന്നിട്ടാണ് ഭരിക്കണേന്ന് മാത്രം. നമ്മളടിമകളും ഇതുവഴി അവർ ലോകം നിയന്ത്രിക്കും. ആദ്യം അവരുടെ ഭാഷ പ്രചരിപ്പിച്ചു, പിന്നീട് അതിലൂടെ അവരുടെ പ്രൊഡക്ട്സുകൾ പ്രചരിപ്പിച്ചു. നമ്മുടെ നാട്ടിലുണ്ടാകുന്നു, പിന്നെ നമ്മളെന്തിനാ അവർക്ക് കാര്യം കൊടുക്കണം? ഒരിക്കലും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളുണ്ടാക്കുന്ന സിനിമയും നമ്മളുണ്ടാക്കുന്ന കാര്യങ്ങളും നമ്മളിവിടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുകയും അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും പിന്നീട് അവർ പറയും ഇങ്ങനത്തെ പടങ്ങൾ ഉണ്ടാക്കിയാൽ മതി, ഇത് കണ്ടാൽ മതി എന്ന് പറയും. അത്തരം സിനിമയിലേക്ക് മാറുകയും ചെയ്യും. ചുരുങ്ങിപ്പോവും. എന്തുട്ട് ചുരുങ്ങിപ്പോവും. വെബ് സീരീസുകളിലേക്ക് മാറും. വെബ് സീരീസ് കാലമാണ് ഇപ്പം. വെബ് സീരീസിൽ അഭിനയിക്കാൻ കൂടുതൽ കാശ് കൊടുക്കുന്നു. ഏതെങ്കിലും ഒരു താരം രണ്ടാമതൊരു വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ടോ? ചോദ്യമാണത്. അവരാദ്യം അഭിനയിക്കാൻ എല്ലാവരെയും വിളിക്കും, കാശ് കെട്ടിട്ട് കാശ് തരാം. വെബ് സീരീസിന് പോവോ? ഞാൻ പോയിട്ടില്ലല്ലോ. പോവോ? വിളിച്ചാൽ? ഞാൻ സിനിമ കണ്ടിട്ട് വന്ന ആളല്ലേ. അല്ല, വിളിച്ചാൽ പോവോ? വിളിച്ചാൽ പോവും. അവരെ സെറ്റിലൊക്കെ പോയിട്ട് വരും. അഭിനയിക്കാൻ പോവോ? അഭിനയിക്കില്ല, സിനിമയിൽ അഭിനയിക്കാൻ വന്നതല്ലേ ഞാൻ. അല്ല, ഇപ്പം ഇവിടുത്തെ സിനിമയിൽ നിന്നും കിട്ടുന്നതിൽ എമൗണ്ട് കൂട്ടി തരുന്നു. അതാണല്ലോ പറഞ്ഞത്, എമൗണ്ട് കൂട്ടി തന്നു, നല്ലൊരു ക്യാരക്ടർ വാങ്ങുന്നു. അതും അതെങ്ങനെയാ നല്ല ക്യാരക്ടർ? നല്ല ക്യാരക്ടർ ആണല്ലോ. വെബ് സീരീസ് കണ്ടിട്ട് എത്രയോ പേര് നല്ല അങ്ങനെ എത്ര ക്യാരക്ടർ, അങ്ങനെ എത്ര പാബ്ലോ എസ്കോബാർ ആയിട്ട് അഭിനയിച്ച ആളെ പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടോ? തിയേറ്ററിൽ എല്ലാവരും കൂടി ഇരുന്ന് മമ്മൂക്ക വിതുമ്പുമ്പോൾ കൈയടി കേട്ടിട്ടുണ്ട് ഞാൻ. ഉള്ളുപടയുമ്പോ, എല്ലാവരുടെ കൈ ചൂണ്ടി സംസാരിക്കുമ്പോ, മുണ്ട് മടക്കി കുത്തി പോകുമ്പോ, അല്ലെങ്കിൽ ചിരിക്കുമ്പോ, അതിന്നാണ് ഇൻസ്പയർഡ് ആവണത്. അല്ലാതെ കാശ് കണ്ടിട്ടല്ല ഇൻസ്പയർഡ് ആവണം. അവരെ നമ്മൾ അറിയുന്നില്ല. ഒരിക്കലും വെബ് സീരീസ് അഭിനയിക്കില്ല അല്ലേ? ഒരിക്കലും അഭിനയിക്കില്ല എന്നുള്ളതല്ല. അല്ല, അത് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. അതായത് ഞാൻ സിനിമയിൽ മാത്രമേ അഭിനയിക്കുള്ളൂ എന്നല്ല, എല്ലാ ചാനലിലും ഞാൻ പോകുന്നില്ലേ, തോന്നുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിന് വേറെ എത്ര കാശ് തന്നാലും മാറ്റാൻ പറ്റൂല. അതിനെ നാശമാക്കുന്ന ഒരു പ്രവൃത്തികളും നമ്മൾ ചെയ്യൂല. അതിന് കൂട്ടു നിൽക്കില്ല. കൂട്ടു നിൽക്കില്ല എന്നല്ല, നിൽക്കില്ല.